കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചൂടേറിയ കാലാവസ്ഥയാണിപ്പോൾ. ഇതുവരെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്തത്ര ചൂട്. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ട്, രാവിലെ 11 മണി മുതൽ 3 മണി വരെ ഡേഞ്ചറസ് ടൈമാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചു വേണം വെളിയിൽ ഇറങ്ങി നടക്കുവാനും ജോലി ചെയ്യുവാനുമൊക്കെ. കാരണം സൂര്യതാപം ഏൽക്കുമെന്ന് പോലും. വളരെ അപകടകരമായ കാലാവസ്ഥയുടെ എക്സ്ട്രീം ടൈമാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ചൂടിൻ്റെ ഒരു കാഠിന്യതയെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുവാനും ദൂതൊരുക്കിയിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം മനുഷ്യനും തൻ്റെ ഭാര്യയും കേട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഭയന്ന് ഒളിച്ചോടി മരങ്ങൾക്ക് ഇടയിൽ അവർ ഒളിച്ചു. ഇന്ന് ദൈവാത്മാവ് നമ്മോട് പറയുന്നത്, എന്തുകൊണ്ടാണ് ദൈവം വെയിലാറുന്നിടം വരെ കാത്തു നിന്നത് എന്നുള്ളതായ ഒരു ചോദ്യത്തിന് മറുപടി നാം നമ്മോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സഹോദരങ്ങളോടും നമ്മോട് പ്രത്യുത്തരം ചോദിക്കുന്നവരോടും പറയുവാൻ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഗ്രാഹ്യമില്ലാത്തവരാണ്. നാം ദൈവത്തെക്കുറിച്ചൊരു ശ്രുതി മാത്രമേ കേൾക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വചനം അവിടെ വ്യക്തമായി മോശ എഴുതുകയാണ്, വെയിലാറിയപ്പോൾ അവൻ തോട്ടത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം മനുഷ്യൻ കേട്ടു. എന്തുകൊണ്ടാണ് ദൈവം വെയിലാറുന്നിടം വരെ കാത്തു നിന്നത്? വെയിലിൻ്റെ ചൂട് മനുഷ്യന് സഹിച്ചുകൂടാഞ്ഞിട്ടോ, അതോ ദൈവത്തിന് സഹിച്ചുകൂടാഞ്ഞിട്ടോ, അതോ ദൈവം വെയിലാകുമ്പോൾ ഇറങ്ങത്തില്ലയോ? എന്താണ് ചോദ്യത്തിന് മറുപടി നമ്മൾ എന്താണ് കൊടുക്കുക? ഒരുവൻ വന്ന് ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ചോദ്യം നമ്മോട് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? വെയിലിനെ ദൈവം പേടിക്കുന്നോ അതോ മനുഷ്യൻ പേടിക്കുന്നോ? മോശ അവിടെ അക്ഷരികമായ വെയിലിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നോക്കൂ, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് സീനായ് മലയുടെ അടിവാരത്തിൽ വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ജനങ്ങളെ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിർത്തിയതിന് ശേഷം നീ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി വരണം. അവിടെ വച്ച് ഞാൻ സമാഗമന കൂടാരത്തിൻ്റെ മാതൃകയും ജനങ്ങൾ കർശനമായി അനുസരിക്കേണ്ടതായ ചില പ്രമാണങ്ങളും ഞാൻ നിനക്ക് തരും. പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. പക്ഷെങ്കിൽ മുകളിലേക്ക് കയറിപ്പോയ മോശ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടതായ ജനം ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ആ കാളക്കുട്ടിയുടെ മുൻപിൽ അവർ ആർത്ത് ഘോഷിച്ച് അവർ അവിടെ ആരാധന തുടങ്ങി. കാളക്കുട്ടിയുടെ മുൻപിലുള്ളതായ ഘോഷവും നൃത്തവും സംഗീതവും സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ കോപം, ഉഗ്രകോപം ജ്വലിക്കുകയുണ്ടായി. ചൂടിൻ്റെ ആധിക്യം അവിടെ വർദ്ധിച്ചു. ദൈവം മോശയോട് പറയുകയാണ്, മോശേ, നീ അല്പം മാറി നിൽക്കുക. നിമിഷ നേരത്തിനുള്ളിൽ ഈ ജനങ്ങളെ മുഴുവനും ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. വെയിലിൻ്റെ ചൂട് അവിടെ ഏറി. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാം? മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞു, സർവശക്തനായ ദൈവമേ, മഹാകരുണയും ദീർഘക്ഷമയുമുള്ള ദൈവമേ, നാഥ, നിന്റെ ജനത്തെ നീ മിസ്രൈമിൽ നിന്നും തോളിലേറ്റി കൊണ്ടുവന്ന് ഈ മരുഭൂമിയിൽ സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവരെ ജ്വലിപ്പിച്ച് കൊന്നുകളഞ്ഞാൽ, അവരെ ദഹിപ്പിച്ച് കളഞ്ഞാൽ നിന്റെയും ഞങ്ങളുടെയും ശത്രുക്കൾ ഈ ശ്രുതി കേൾക്കും. അവരുടെ ഘോഷം, അവരുടെ സന്തോഷ സ്വരം സ്വർഗത്തിലെത്തും. ദൈവത്തിൻ്റെ കോപം മോശയുടെ പക്ഷപാതത്തിങ്കൽ ശമിച്ചു. വെയിലാറി. ദൈവത്തിന് സ്തോത്രം.
ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യൻ ചെയ്യരുതെന്ന് പറഞ്ഞതായ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ഉഗ്ര കോപമുണ്ടായി. ആ കോപത്തിൻ്റെ മുൻപിൽ മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്തതായ ഒരു വ്യക്തിത്വമുണ്ട്. മോശയെ പോലെ പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തതായ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു. ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യൻ തൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും കഴിവിലും തൻ്റെ ടെക്നോളജിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാണം മറയ്ക്കുവാൻ, നഗ്നത മറയ്ക്കുവാൻ ഒരു ഉടുപ്പുണ്ടാക്കി. ഉടുത്തിട്ടും നഗ്നത മറയുന്നില്ല. വീണ്ടും അഴിച്ചഴിച്ച് വീണ്ടും നെയ്യുവാൻ തുടങ്ങി, കുത്തുവാൻ തുടങ്ങി. അതിന് യോഗ്യമായിട്ടുള്ളതായ പല വൃക്ഷത്തിൻ്റെ ഇലകളും തോട്ടത്തിൽ നിന്ന് ശേഖരിച്ചു. അവർ ചെയ്യാവുന്ന പണിയെല്ലാം ചെയ്തു. അവർ ചെയ്യട്ടെ എന്ന് കരുതി ദൈവവും അവരുടെ മുൻപിൽ സാവകാശം കൊടുത്തു. ഇലകൾ കണ്ടുപിടിക്കുവാനും അതിനെ കൂട്ടി യോജിപ്പിക്കുവാനും അവരുടെ ബുദ്ധിയെ ഉപയോഗിക്കുവാനും ദൈവം അല്പസമയം സാവകാശം അവിടെ അനുവദിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവരുടെ നഗ്നത മറയുന്നില്ല എന്ന് കണ്ട് അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മരങ്ങൾക്ക് ഇടയിൽ ഒളിക്കുകയാണ്. അവർക്ക് മനസ്സിലായി, അവരുടെ പ്രവൃത്തി കൊണ്ട്, അവരുടെ ബുദ്ധി കൊണ്ട്, ജ്ഞാനം കൊണ്ട് അവരുടെ നഗ്നത മറയുന്നില്ല. ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത ഒരുവൻ ഒരു ഉടുപ്പ് കൊടുത്തയച്ചിട്ടുണ്ട്, ഒരു സമ്മാനം, തോലുകൊണ്ടുള്ള ഒരു ഉടുപ്പ്. ദൈവം വെയിലാറിയപ്പോൾ തൻ്റെ കോപത്തെ ശമിച്ചപ്പോൾ കൂടാരത്തിൽ വന്ന് അവനെ ദിവസവും കാണുന്ന സ്ഥലത്ത്, അവനുമായി സന്ധിക്കാറുള്ളതായ ആ സ്ഥാനത്ത് വന്ന് ദൈവം വിളിക്കുകയാണ്, ആദാമേ, നീ എവിടെയാണ്? എവിടെ പോയി നീ? ആദാം ഉത്തരം പറഞ്ഞു, ഞങ്ങൾ നഗ്നരാകൊണ്ട് നിന്റെ ശബ്ദം കേട്ട് ഞങ്ങൾ മരങ്ങൾക്ക് ഇടയിൽ ഒളിച്ചു. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കണം നമ്മൾ. നിന്നോട് നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? ആരാണ് പറഞ്ഞത്? നമ്മൾ നഗ്നനാണെന്ന് ആരാണ് നമ്മളോട് പറയുന്നത്? നമ്മൾ തന്നെയാണ് പറയുന്നത്. നമ്മുടെ മനസാക്ഷിയാണ് നമ്മോട് പറയുന്നത് നമ്മൾ നഗ്നരാണ്. വേറൊരുവനല്ല, വേറൊരു വ്യക്തിയല്ല. നമ്മൾ നഗ്നരാകുമ്പോൾ നമ്മുടെ നഗ്നതയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് നമ്മുടെ മനസാക്ഷിയാണ്, നമ്മുടെ ജ്ഞാനമാണ്, നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ വിവേകമാണ്, നമ്മുടെ അറിവാണ്, നമ്മുടെ ബോധമാണ്. ആ ബോധം നമ്മോട് സംസാരിച്ചു, നമ്മൾ നഗ്നരാണ്, നമ്മൾ തുന്നിയ ഉടുപ്പ് നമുക്ക് ചേരുന്നില്ല. ഭയപ്പെടേണ്ട. ഒരുവൻ ഒരു ഉടുപ്പ് കൊടുത്തയച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ ശരീരമെന്നതായ തൻ്റെ തോല് കൊണ്ടുള്ളതായ ഒരു ഉടുപ്പ്. ലോകസ്ഥാപനത്തിന് മുൻപ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം, അവൻ്റെ തോല് കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി നമുക്ക് കൊടുത്തയച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വെയിലാറുന്ന വരെ നിന്നെ കാണാതെ, വെയിലാറിയപ്പോൾ നിന്നെ വന്ന് സന്ധിക്കുന്നതായ ദൈവത്തിൻ്റെ മുഖത്തെ നിനക്കൊന്ന് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവൻ്റെ ശബ്ദത്തെ നിനക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ കുടുംബത്തിൽ ആ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, സ്നേഹത്തോടെ അവൻ വിളിക്കുകയാണ്, ആദാമേ, നീ എവിടെയാണ്? നീ എന്നെ ഭയപ്പെട്ട് ഓടി ഒളിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. വരിക, ഞാൻ നിനക്കൊരു ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നീ ഉണ്ടാക്കുന്ന ഉടുപ്പ് കൊണ്ടുപോലെയല്ല. ഒരു വ്യത്യസ്തമായ ഉടുപ്പ്, ഒരു വ്യത്യസ്തമായ അനുഭവം. നിന്റെ ലജ്ജ മറയ്ക്കത്തക്കവണ്ണം, നിന്റെ നഗ്നത മറയ്ക്കത്തക്കവണ്ണം, നീ മാന്യനായിരിക്കത്തക്കവണ്ണം, ദേശത്ത് നിന്റെ നഗ്നത വെളിപ്പെടാതിരിക്കത്തക്കവണ്ണം, മനുഷ്യർ നിന്റെ നഗ്നത കാണാതിരിക്കത്തക്കവണ്ണം, നിന്റെ സമൂഹം നിന്റെ നഗ്നത കാണാതിരിക്കത്തക്കവണ്ണം നിന്നെ ഒരു ഉടുപ്പ് കൊണ്ട് മറച്ചതായ ദൈവത്തിൻ്റെ സ്നേഹം. ആ പക്ഷപാതം വെയിലാറുന്നിടം വരെ ദൈവത്തെ നിന്റെ മുൻപിൽ വിടാതെ തടസ്സം ചെയ്തു നിർത്തി. നീ മുടിഞ്ഞു പോകാതിരിക്കുവാൻ, നശിച്ചു പോകാതിരിക്കുവാൻ ആ സ്നേഹം, ആ പക്ഷപാതം നിന്റെ മുൻപിൽ ഞാൻ നിനക്ക് ദൈവത്തിനും കോപത്തിനും വെയിലിനും ചൂടിനും മധ്യേ ഇതാ മറയായിട്ട് നിൽക്കുകയാണ്.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവേശുവിൽ കൂടെ ലഭിക്കുന്നതായ ആ പക്ഷപാതത്തിൻ്റെ ആ ഫലം അനുഭവിക്കുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നിനക്ക് നിന്റെ ഭവനത്തിൽ അതിന് യോഗ്യമാകുന്നുണ്ടെങ്കിൽ, അറുക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ അറുക്കപ്പെട്ടതായ കുഞ്ഞാടിൻ്റെ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവിൻ്റെ ആ ദിവ്യ സ്നേഹത്തെ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവപൈതലേ, സ്നേഹത്തോടെ അവൻ നിന്നെ വിളിക്കുന്നു. ആദാമേ, നീ എവിടെയാ? മരങ്ങൾക്കിടയിൽ നിന്നും നീ എൻ്റെ അടുത്തേക്ക് വരിക. നീ നഗ്നനാണെന്ന് നീ അറിയുന്നതിന് മുൻപ് ഞാൻ അറിഞ്ഞു. നീ നഗ്നനാണെന്ന് നീ ഏറ്റു പറഞ്ഞത് കൊള്ളാം, സത്യം തന്നെ. പക്ഷെങ്കിൽ നീ ഉണ്ടാക്കിയ ഉടുപ്പ് കൊണ്ട്, നിന്റെ നീതി കൊണ്ട്, നിന്റെ ന്യായം കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് അത് മറയത്തില്ല. എന്നാൽ അതിനെ മറയ്ക്കുവാൻ ഞാൻ വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ ഭവനത്തിനും ആ തോല് കൊണ്ടുള്ള ഒരു ഉടുപ്പിൻ്റെ ആ ഒരു ധാരണം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ, നശിച്ചു പോകാതെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ആയിത്തീരും. നിത്യജീവന്റെ അവകാശികളെ, സ്വർഗീയ നന്മകൾ കോകരിക്കാരെ, നിങ്ങളെ വിളിക്കുന്നവനായ കർത്താവിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ നിങ്ങളുടെ കാതുകളെ തുറക്കുക, നിങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. നഗ്നനെന്ന് നീ അറിഞ്ഞത് സത്യം പറയുക. ആര് പറഞ്ഞു നിന്നോട് നീ നഗ്നനാണെന്ന്? നീ തന്നെയാണ് വെളിപ്പെടുത്തിയത്. നിന്റെ നഗ്നത നീ തന്നെ അറിയുന്നു. കർത്താവേ, ഞാൻ നഗ്നനാണ്. സമ്മതിക്കുമെങ്കിൽ അവൻ നിന്റെ നഗ്നതയെ മറയ്ക്കുവാൻ ശക്തനാണ്. ഗോഡ് ബ്ലെസ് യു.